കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ഓട നിർമ്മാണത്തിനായി വെട്ടിപ്പൊളിച്ച പാത പിന്നീട് ഒന്നും ചെയ്യാതെ ബന്ധപ്പെട്ടവർ മുങ്ങിയപ്പോൾ നാട്ടുകാർ ദുരിതത്തിലായിരിക്കുകയാണ്. അഞ്ചൽ പഞ്ചായത്തിലെ സെന്റ് ജോർജ് സ്കൂൾ വൈരമൺമുകൾ റോഡാണ് മാസങ്ങളായി തകർന്നത്. മാസങ്ങൾക്ക് മുമ്പാണ് പാതയിൽ ഓട നിർമ്മാണം ആരംഭിച്ചത്. ഇതിനായി JCB ഉൾപ്പെടെ എത്തിച്ച് പാതയുടെ വശം കുഴിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഓട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും ഇതിനെ കുഴിയെടുക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തകരുകയും ചെയ്ത പാത അറ്റകുറ്റപ്പണികൾ നടത്താതെ പഞ്ചായത്ത് അധികൃതരും കരാറുകാരനും മുങ്ങി. നിലവിൽ പൂർണ്ണമായും തകർന്ന പാതയിലൂടെ കഷ്ടിച്ച് ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് കടന്നു പോകുന്നത്. വലിയ പാറകളും മറ്റും പാതയുടെ വശത്ത് കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ വലിയ വാഹനങ്ങളൊന്നും ഇതുവഴി എത്താറില്ല. സ്ഥിരമായി എത്തിയിരുന്ന സ്കൂൾ ബസ്സുകൾ പോലും വരാതായതോടെ 1.5 കിലോമീറ്റർ അപ്പുറം കുട്ടികളെ എത്തിച്ച് ബസ്സിൽ കയറ്റിവിടേണ്ട അവസ്ഥയാണിന്ന്. ഈ റോഡിന്റെ സ്ഥിതി മെമ്പറോട് പല പ്രാവശ്യം വിളിച്ച് പറയുകയും നേരി കാണുകയും ചെയ്തതാണ്. ഇനിയിപ്പം മഴ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ റോഡിൽ നടക്കാൻ പോലും ഒക്കാത്ത സ്ഥിതിയാവും. ഈ റോഡ് അത് സഞ്ചാരയോഗ്യമാക്കി തരണം. അതാരാണോ ഇതിൻ്റെ ഉത്തരവാദി അവരിത് ചെയ്തു തരണം. അതാണ് ഞങ്ങൾക്ക് അവരോട് അപേക്ഷിക്കാനുള്ളത്. സ്കൂൾ ബസ് ഒന്നും ഇതിലെ കയറി വരുന്നില്ല. സ്കൂൾ ബസ് വന്ന് നിൽക്കുന്നത് അങ്ങ് അമ്പലക്കുന്നില്ല. അവിടം വരെ കുട്ടികളെ ചുമന്ന് കൊണ്ടുപോയി കൊടുക്കുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യേണ്ട ഗതികേടാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ മെമ്പറോട് എല്ലാവരോടും പറയുന്നു, ആരും ഉണ്ടാക്കി തരുന്നില്ല. അതുകൊണ്ട് താഴ്മയായി ഇതിനൊരു പരിഹാരം ആരാണോ ഉത്തരവാദി അവരുണ്ടാക്കി തരണം. ആശുപത്രിയിലേക്കോ മറ്റോ പോകാൻ ഓട്ടോറിക്ഷകൾ വിളിച്ചാൽ പോലും ഇവിടേക്ക് എത്താറില്ല. മുൻ വാർഡ് മെമ്പറോടും നിലവിലത്തെ വാർഡ് മെമ്പറോടും കാര്യം ധരിപ്പിച്ചു. പൊടിയും കല്ലും മണ്ണും നിറഞ്ഞ് കാൽനട പോലും ദുഷ്കരമായ പാതയുടെ ദുസ്ഥിതി നേരിൽ കണ്ടിട്ടും അധികൃതർക്ക് കുലുക്കമില്ലാതായതോടെ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലും അമർഷത്തിലുമാണിപ്പോൾ. ഇവിടെ ഈ റോഡിൻ്റെ പണി ശരിയാക്കി തരണമെന്നും പറഞ്ഞ് മെമ്പറോട് പലവട്ടം പറഞ്ഞു. ഇലക്ഷന് 2 മാസം മുമ്പ് ഈ ഏർപ്പാടുകൾ ഈ പരിവാക്കി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ നടന്നു വരാൻ പാടാണ്. വണ്ടിക്കകത്ത് പോയി കഴിഞ്ഞാൽ പറഞ്ഞു ഡൈവ് ചെയ്ത് വേണം ഇതിനകത്ത് അങ്ങോട്ട് പോകാനെ കൊണ്ട്. അവിടെ ഒരു പാവപ്പെട്ടവൻ്റെ വണ്ടി എന്ന് കയറി ഇന്നലെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് വിളിച്ച് പറഞ്ഞ് ആൾ വന്നാൽ പിന്നെ പഞ്ചറായിക്കൊണ്ട് പോയി. എത്ര പേർക്ക് അങ്ങനെ നഷ്ടമാണെന്നറിയും. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കി ഈ പൊട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ ശരിയാക്കി നമുക്ക് വണ്ടി പോകത്തക്ക രീതിയിൽ ശരിയാക്കി തരണം. അടിയന്തരമായിട്ട് അതിനുള്ള നടപടി ഉണ്ടാവണം. അടിയന്തരമായി പാതയുടെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി സഞ്ചാരയോഗ്യമാക്കാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. നാട്ടുവാർത്ത, അഞ്ചൽ.